ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. യെസ് മക്കളെ, +2 പൊളിറ്റിക്കൽ സയൻസ് എക്സാം നിങ്ങളുടെ പടിവാതിലേക്ക് എത്തി നിൽക്കുക മക്കളെ. ഒരു സംശയം വേണ്ട, ഈ വീഡിയോസിൽ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 50 മാർക്ക് നിങ്ങളുടെ പേപ്പറിൽ കിടക്കും. 50 മാർക്ക് ഏറ്റവും മിനിമം 50 മാർക്ക് നിങ്ങളുടെ പേപ്പറിൽ കിടക്കും. നാളത്തെ ചോദ്യ പേപ്പർ നിങ്ങൾ കാണാൻ വേണ്ടി വന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എജുപോണിന്റെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് രാത്രി 7:30 നമ്മൾ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുഴുവൻ ലൈവ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ കൃത്യമായ പ്രഡിക്ഷൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം. നാളത്തെ പൊളിറ്റിക്കൽ സയൻസ് എക്സാം ഞാൻ നിങ്ങൾക്ക് ടപ്പൻ സെറ്റ് ആക്കി തരും. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ? ആദ്യം നിങ്ങൾ നാളത്തെ ചോദ്യത്തിൽ കാണാൻ സാധ്യതയുള്ള ഒരു 1 വേർഡ് ചോദ്യമാണ്. ഹു ഫൈൻഡ് ദ ലീഡേഴ്സ് ഹു പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്. നാട്ടുരാജ്യങ്ങളെ സംയോജനത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു നേതാവുണ്ട്. നേതാവിന്റെ പേരെന്താണ് മക്കളെ? നാട്ടുരാജ്യങ്ങളെ സംയോജനം എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പേരുണ്ട്. ഏതാണ് ആ പേര്? ഡോക്ടർ BR അംബേദ്കർ ആണല്ല, സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ? അടുത്ത പിടിച്ചോ. ഡാഷ് വാസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഓൾഡ് ഇലക്ഷൻ ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി. ഏതാടാ താഴെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടന്ന സ്ഥലം ഏത്? എക്സാമിന് പലപ്പോഴും ചോദ്യം ഏതാണത്? അതാണ് നമ്മുടെ സ്വന്തം മണിപ്പൂർ. നോട്ട് ചെയ്ത് വെക്കുക. റെഡി? അടുത്ത ഏതാണ്? ദ ഇമ്മീഡിയറ്റ് ചാലഞ്ച് ദാറ്റ് ഇന്ത്യ ആഫ്റ്റർ ഫേസ് ഇൻഡിപെൻഡൻസ് വാസ് എ നാഷൻ ബിൽഡിംഗ് പ്രോസസ്. ഡിസ്കസ് വേരിയസ് ഇഷ്യൂ റിലേറ്റഡ് ദ നാഷൻ ബിൽഡിംഗ് പ്രോസസ്. നാളത്തെ ചോദ്യ പേപ്പറിൽ ഒരു എസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ചോദ്യമാണത്. നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ പാർട്ടീഷൻ പ്രോസസ്, നമ്മളെ രാജ്യത്തിന്റെ എന്താ പറയാ പിന്നെ നാഷൻ ബിൽഡിംഗ് പ്രോസസ്സിൽ നമ്മൾ നേരിട്ട പ്രധാനപ്പെട്ട ചാലഞ്ചുകൾ, വെല്ലുവിളികൾ എന്തെല്ലാം, ഇത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നാളെ എക്സാമിന് അത്രയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. റെഡി? അടുത്ത പിടിച്ചോ. ഇനി കോൺഗ്രസ് ഡോമിനൻസ് സിസ്റ്റം എക്സിസ്റ്റ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻ. ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ് ദ കോൺഗ്രസ് പാർട്ടി അറ്റൈൻ ഡോമിനൻസ്. ഏതാണ്? നാളെ എന്തായാലും ഈ ചോദ്യം നിങ്ങൾ കാണും. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ മേധാവിത്വത്തിന് കാരണം അല്ലെ, കോൺഗ്രസ് പാർട്ടിയുടെ 3 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ടോ? വലിയ വിജയം നേടിയിട്ടുണ്ട് അല്ലെ? ആ വലിയ വിജയത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്താനുണ്ടായ സാഹചര്യങ്ങൾ എന്തെല്ലാം? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കുക. ഞാൻ സാർ ഇതിന്റെ ആൻസർ ഒക്കെ ഇവിടെ ആൻസർ കറക്റ്റ് നമ്മൾ ഇന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് ചോദ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിന് ഉത്തരങ്ങളും ഇതിന്റെ നോട്ട്സ് ഒക്കെ എവിടെ കിട്ടുക നിങ്ങൾക്ക് അറിയാലോ? എജുപോണിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. റെഡി? അപ്പോൾ ബൈ ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് കോൺഗ്രസ് വാസ് ട്രാൻസ്ഫോം ഇൻ ടു എ റെയിൻബോ ലൈക്ക് ക്യാരക്ടർ. അതായത് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് കോൺഗ്രസ് പാർട്ടി എങ്ങനെയാ കാണുന്നത്? ഒരു മഴവില്ല് പോലെയാണ് കോൺഗ്രസ് പാർട്ടി കാണപ്പെടുന്നത് പറയുന്നത്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം എന്ത്? കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട 2 കാര്യമാണ്: സോഷ്യൽ കൊളീഷനും ഐഡിയോളജിക്കൽ കൊളീഷനും. അതും എന്തായാലും എന്ത് ചെയ്യും? നാളത്തെ ചോദ്യ പേപ്പർ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ചോദ്യമാണ് കേട്ടോ. ഇത് ഞാൻ എവിടുന്നും ലീക്ക് ചെയ്തോ അല്ല, എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ മോഷിച്ചോ ലീക്ക് ചെയ്തോ ഒന്നുമല്ല. കുറച്ച് കാലമായി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാത്രം പറയണേ. അടുത്ത പിടിച്ചോ. ഫൈൻഡ് ഔട്ട് ദ പ്ലാൻ പ്രപ്പോസ് പുട്ട് ഫോർവേഡ് ബൈ ദ ഗ്രൂപ്പ് ഓഫ് ബിഗ് ഇൻഡസ്ട്രിയൽസ് ഇൻ 1945. 1944 ഒരു കൂട്ടം വ്യവസായികൾ മുന്നോട്ട് വെച്ചൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനെ പറ്റി എഴുതാനാണ് പറയുന്നതാണത് ബോംബെ പ്ലാൻ അല്ലെ? അതുപോലെ എന്താണ്? ഫ്രം വിച്ച് കൺട്രി ഇന്ത്യ അഡോപ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് 5-year പ്ലാൻസ്. 5 പദ്ധതിയുടെ പിന്നെ ഒരു ആശയം ഇന്ത്യ ഏത് രാജ്യത്താണ് ഇന്ത്യ സ്വീകരിച്ചതാണത്? നമുക്കറിയാം USSR ആണ് അല്ലെ? എന്താ USSR? സോവിയറ്റ് യൂണിയൻ. അടുത്ത് നോക്കൂ. ഐഡന്റിഫൈ ദ പേഴ്സൺ ഹു ഈസ് നോൺ ആസ് എ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വർഗീസ് കുര്യൻ ആണ് അല്ലെ? ഡോക്ടർ വർഗീസ് കുര്യൻ. അടുത്ത് വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ? ലിസ്റ്റ് ഔട്ട് ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. എന്തായാലും നാളെ ചോദ്യങ്ങളിൽ കാണാം. എന്താണ് ഹരിത വിപ്ലവം? ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതുക. റെഡി? അടുത്ത് what are the major trust of the 5-year plan which we did Indian second different from the first? അല്ലേ? എന്താണ് പഞ്ചവത്സര പ്രധാനപ്പെട്ട ഊന്നൽ എന്തിലായിരുന്നു? ഒന്നാമത്തെയും രണ്ടാമത്തെയും പഞ്ചവത്സര പദ്ധതിയെ കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഒന്നാമത്തെയും രണ്ടാമത്തെയും 5-year പ്ലാനെ കമ്പയർ ചെയ്യാൻ ചോദിക്കും. പഠിച്ചു വെക്കുക. റെഡി? എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസ് ദാറ്റ് ദ ബംഗ്ലാദേശ് വാർ ഓഫ് 1971 and its consequences. ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ കാരണങ്ങളും അതിന്റെ അനന്തരഫലങ്ങളും എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി ഇന്ത്യ ചൈന യുദ്ധം 8 മാർക്കിന്റെ എസ്സേ ചോദ്യമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം, അത് നാളത്തെ ചോദ്യ പേപ്പറിൽ കാണാൻ, പഠിച്ചു വെക്കുക. നെയിം ദ ലീഡേഴ്സ് ഹു റേസ് ദ ഫോളോയിങ് സ്ലോഗൻ. ഈ 2 സ്ലോഗൻസ് ആരാണ് കൊണ്ടുവന്നത് മക്കളെ? നാളത്തെ ചോദ്യ പേപ്പറിൽ കാണും. നിയാൽ സാർ എന്തോ ചോദ്യ പേപ്പർ കണ്ടിട്ടൊന്നുമല്ല, നിങ്ങൾ പഠിച്ചു വെച്ചോ. നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ ഇത് ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എൻ്റെ മുഖം ഇങ്ങനെ ആലോചിക്കും. നിങ്ങൾ ആഹാ നിഹാൽ സാർ പറഞ്ഞ ചോദ്യമാണല്ലോ. ഏതാ? എന്തൊക്കെയാ? ഗരിബി ഹട്ടാവ് ആൻഡ് ജയ് ജവാൻ ജയ് കിസാൻ. ആരാണ് ഈ 2 സ്ലോഗൻ മുന്നോട്ട് വെച്ചത് ചോദിക്കും. ആരാ വെച്ചത്? ഗരീബി ഹട്ടാവ് ആരാ വെച്ചത്? ഇന്ദിരാഗാന്ധി. ജയ് ജവാൻ ജയ് കിസാൻ ആരാ കൊണ്ടുവന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രി. പഠിച്ചു വെക്കുക.
അതുപോലെ തന്നെ എന്താണ് കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റിന് കാരണം? കോൺഗ്രസ് പാർട്ടിയിൽ വലിയ വിഭാഗീയത സംഭവിക്കുകയും കോൺഗ്രസ് പാർട്ടി പിളർപ്പിലേക്ക് പോവുകയും ചെയ്തു. എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ സ്പ്ലിറ്റിന് കാരണം, പിളർപ്പിന് കാരണം? എന്താ കാരണം? സിൻഡിക്കേറ്റ് ഉണ്ട്. അതിൽ നീലം സഞ്ജീവ് റെഡ്ഡിയുടെ എന്താണ് പിന്നെ തെരഞ്ഞെടുപ്പ് ഫലം, ദ ഫെയിലിയർ ഓഫ് നീലം സഞ്ജീവ് റെഡ്ഡി, അതും വലിയ പ്രധാനപ്പെട്ട കാരണമാണ്. പഠിച്ചു വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് രാത്രി എന്ത് ചെയ്യും? ഇതിനൊക്കെ ഉത്തരം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കുക. കഴിഞ്ഞിട്ടുള്ള ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് മുന്നേ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്ലസ് ടുവിന്റെ ഫാസ്റ്റ് ടാഗ് ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ഓഗസ്റ്റ് 20 വരെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് 3799 രൂപക്ക് പ്ലസ് ടു ഫുൾ മാർക്ക് ഞങ്ങൾ അങ്ങ് തരും. എന്താ ഈ ഫാസ്റ്റ് ടാഗ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സിനും ഒരു ഒറ്റ വൺ ഷോട്ട് സീരീസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിർബന്ധമായി നിങ്ങൾ പഠിച്ചതിന്റെ കാര്യങ്ങളൊക്കെ ടപ്പേ എന്ന് പറഞ്ഞു പോവാം. ഡിസംബർ 31 ആകുമ്പോഴേക്കും നമ്മുടെ നിങ്ങളുടെ മുഴുവൻ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 80 മാർക്ക് അടുത്ത വർഷത്തെ റിസൾട്ട് വരുമ്പോൾ എജുപോന്റെ പോസ്റ്ററിൽ ഫോട്ടോ വരാൻ വേണ്ടി പോകുന്ന കുട്ടികളാണ് ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ. സോ ഇപ്പം തന്നെ താഴെ കാണുന്ന ആ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും മാത്രം രജിസ്റ്റർ ചെയ്തിട്ട്, പൈസ നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഓഗസ്റ്റ് 20 വരെയാണ് നമ്മുടെ സമയമുള്ളത്. രജിസ്റ്റർ ചെയ്തിടാം. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏറ്റവും ബെസ്റ്റ് എജുപോന്റെ ടീച്ചേഴ്സ്, മെന്റർഷിപ്പ് സപ്പോർട്ട്, PYQs, ക്വസ്റ്റ്യൻ ബാങ്ക്, ക്വസ്റ്റ്യൻ ലൈബ്രറി, അതുപോലെ തന്നെ എന്താണ് പിന്നെ എല്ലാം AI ഡൗട്ട് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടു 80 വാങ്ങി തന്നെ നിങ്ങൾ എന്ത് ചെയ്തോ? നിങ്ങൾ കൂട്ടി. റെഡി? അതിനുവേണ്ട എല്ലാ പരിപാടിയും നമ്മൾ എന്താണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി? അടുത്ത് നോക്ക് നിങ്ങൾ. ഇനി ഹൂ ഇസ് കോൾ ഫോർ ടോട്ടൽ റെവല്യൂഷൻ? ആരാണ് സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത്? ആരാണ് സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത്? ജയപ്രകാശ് നാരായണ അല്ലെ. അടുത്ത് യെസ്. ഇനി ഫോർമേഷൻ ഓഫ് ജനതാ പാർട്ടി ഇൻ 1977 വാസ് എ ന്യൂ എക്സ്പെരിമെന്റ് ബട്ട് ഫെയിലിയർ മിസറബിൾ അല്ലേ. 1977 ജനതാ പാർട്ടി ഫോം ചെയ്തെങ്കിലും ജനതാ പാർട്ടി വളരെ പെട്ടെന്ന് തകർന്നു. എന്താണ് ആ തകർച്ചയുടെ കാരണങ്ങൾ? എക്സാമിന് ചോദിക്കും, നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം വരും, വീണ്ടും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കോസ് ആൻഡ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ഇൻ 1975. 1975 ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിർബന്ധമായും ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായും പഠിച്ചിരിക്കുക. എക്സാമിന് എന്ത് ചെയ്യും? ചോദിക്കാൻ സാധ്യത കൂടുതൽ. ഇതിന്റെ നോട്ടൊക്കെ എവിടെ കിട്ടുക? നോട്ട് എജുപോന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ബാച്ച് കാണും. നിങ്ങൾ മൈക്രോബിറ്റും നോട്ടുകളും PYQയും മോഡൽ ക്വസ്റ്റ്യൻ വരും ചാപ്റ്റർ സമ്മറി ഒക്കെ അടങ്ങിയ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എവിടെ ജോയിൻ ചെയ്യേണ്ടത്? എജുപോന്റെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യേണ്ടത്. അതെന്ത് ചെയ്തോ? നിങ്ങൾ താഴെ ജോയിൻ ചെയ്തോ, നിങ്ങൾ സെറ്റ് ആക്കി വെച്ചു. റെഡി? അപ്പൊ 2 കാര്യങ്ങൾ മറക്കണ്ട. അപ്പൊ നിങ്ങൾ ആദ്യമായി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എസ്സേ പ്രഡിക്ഷൻസ് നിഹാൽ സാർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിഹാൽ സാർ സെർച്ച് ചെയ്താൽ മതി. അവിടെ നിഹാൽ സാർ എക്സ്ക്ലൂസീവ് എന്നൊരു കമ്മ്യൂണിറ്റിയും കാണാം. ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഒരു വാട്സപ്പ് പേജും കമ്മ്യൂണിറ്റി ഒക്കെയാണ്. സോ ബാക്കി നമുക്ക് അവിടെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലൈവിലേക്ക് എല്ലാവരും എത്തുക. സോ എല്ലാവരും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഓൾ ദി ബെസ്റ്റ്, നന്നായി പഠിക്കുക. പിന്നെ പൊളിറ്റിക്സിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട, അത് ഞാൻ ഏറ്റെടുത്ത് നിങ്ങളെ കാര്യം പൊളിറ്റിക്സ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. സോ എവിടെ കാണും? രാത്രി ലൈവിൽ കാണും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ബാക്കി എന്തെങ്കിലും സംശയം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തോ.